ദാവീദ് പറയുന്ന എത്രയോ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിവളഞ്ഞതാ. പക്ഷേ ഹല്ലേലൂയ, തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൂതന്മാരെ അയച്ച് 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലായിരുന്നു. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അനർത്ഥങ്ങൾ സംഭവിക്കാതെ വണ്ണം എന്നെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പലപ്പോഴും. സാധു സുന്ദർ സിംഗിന്റെ ഒരു അനുഭവത്തിന്റെ അകത്തുനിന്ന് ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. താൻ ഈ കാട്ടിൽ കൂടെ യാത്ര ചെയ്ത് ഒത്തിരി ലേറ്റായി, രാത്രിയായി. വന്യമൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാട്. പക്ഷെ ആ കാട്ടിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്നില്ല, രാത്രി ഏറെയായി. അങ്ങനെ താൻ നടന്ന് ചെന്നത് ഒരു ആറിന്റെ ഒരു സൈഡില, കരയില. കര കവിഞ്ഞൊഴുകുന്ന നദി. ആ ഒഴുക്കിന്റെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ, പേടിപ്പെടുത്തുന്ന ശബ്ദം. പക്ഷെ ആറിന്റെ അക്കരെ കൊച്ചു കൊച്ചു വെളിച്ചങ്ങൾ കാണാം. ആൾ താമസമുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി. പക്ഷെ അവിടെ എങ്ങനെ എത്തിപ്പെടും? ബോട്ടില്ല, വഞ്ചിയില്ല, ഒന്നുമില്ല. താൻ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എടുത്തു വന്നു. അക്കരയ്ക്ക് പോകണമല്ലേ, പുറത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തെ വട്ടയിട്ട് പിടിച്ചു. അദ്ദേഹം ഇറങ്ങി വെള്ളത്തിൽ നീന്തി. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പോയ ചിന്ത, ഇവിടെ അങ്ങനെ ആയിരിക്കും ആൾക്കാരെ അക്കരെ കടത്തുന്നത്. നീന്തി അക്കരെ എത്തിച്ചു. താൻ കരയ്ക്ക് കയറി തിരിഞ്ഞു നന്ദി പറയാനായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അത് ദൂതനായിരുന്നു, ദൈവമയച്ച ദൂതനായിരുന്നു. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൂതനെ അയച്ചു വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇതൊരു യാഥാർത്ഥ്യമായി അനുഭവിച്ചറിഞ്ഞത് കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.